ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എനർജി കുറവാണ്, എഴുന്നേറ്റുള്ള ഒരു ചായ കുടിക്കാൻ സെറ്റാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന നമ്മൾ വിജയ് സേതുവിനെ കാണാൻ പോവാണ്. നമ്മുടെ ഫോറം മാള 6 മണിക്ക് മഹാരാജ ഫിലിമിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിജയ് സേതു വരുന്നെന്ന് പറഞ്ഞൊരു പോസ്റ്റർ കണ്ട്. അപ്പം നമ്മുടെ തൊട്ടടുത്തൊരു വരുവാണ്. നമ്മളിന്ന് പോയി കാണാൻ നഷ്ടമല്ലേ, നമ്മൾ ഇത്ര അടുത്തോണ്ടായിട്ട് പോയി കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമല്ലേ. ഞാൻ പണ്ട് ആലപ്പുഴ ഷൂട്ടിംഗ് വന്നപ്പോഴത്തേക്കും കുറേ കാണാൻ ശ്രമിച്ചാണ്, പക്ഷേ കാണുന്നില്ല. ഇപ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ പോവുകയാണ്. അവിടെ പോയി നോക്കാം എന്താ എങ്ങനെയൊക്കെ. മഹാരാജ പടം നിങ്ങൾ കണ്ടില്ലേ, പോയി കാണാം. കിടിലം പടമാണ്. ഞാൻ എൻ്റെ റിവ്യൂ ഉടനെ ഇടുന്നതാണ്. ചിലപ്പോൾ റിവ്യൂ ഇട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ റിവ്യൂ ഇത് തന്നെ ഇടുന്നത്. എന്തെങ്കിലും ഉടനെ എന്താ എൻ്റെ റിവ്യൂവിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോറമാളിലേക്ക് പോയി നോക്കാം. അവിടെ എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. PVR ആണോ വരുന്നത്, അതാ മെയിൻ ഏരിയയിലാണോ വരുന്നത്, എന്താണ് എങ്ങനെയെന്ന് യാതൊരു ഐഡിയ ഇല്ല. അവിടെ ചെന്ന് പോയി അറിയാൻ പറ്റുന്നത്. കാക്കൊക്കെ ഉറപ്പാണ് ഇത് വ്ളോഗ് എടുക്കുന്നത് നമ്മൾ കാണിക്കൊണ്ടിരിക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും PVR പോവാം. ലെറ്റ്സ് ഗോ. മാളിൽ വെച്ച് ഞാൻ മാത്രം മാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണോ വരുന്നതിനെ പറ്റി യാതൊരു ഐഡിയ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും PVR എന്ന് തോന്നുന്നു. അല്ല, ഐ തിങ്ക് അവിടെ ആണെന്ന് തോന്നുന്നു. ആ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ, അതിൻ്റെ അവിടെ നമ്മൾ വരുന്നത് തോന്നുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ഇതായിരുന്നു ഇതിൻ്റെ അവിടെ. ജിൻഡോ കാക്ക വന്നിട്ട് വരുമ്പോഴത്തേക്കും നിറച്ച ആൾ കൂടി. ഇനിയിപ്പോൾ ആൾ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ അറിയാൻ പറ്റില്ല. ഫോട്ടോ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല. എന്നാലും ബ്ലോഗിനകത്തെങ്കിലും ചാമ്പം നോക്കാം. വെയിറ്റ് ഫോർ. കുറെ നേരം പറഞ്ഞു 5 മിനിറ്റ് വരും എന്ന് പറയുന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. സമയം 6:30 കഴിഞ്ഞ്. നിങ്ങൾ എന്തായാലും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈഡി കൊടുത്തു, ഒന്ന് ഉഷാറാവട്ടെ. കാരണം ഇനി സമയം ഒരുപാടില്ല. അദ്ദേഹം പറ്റിച്ചോളല്ല, സത്യമായിട്ട് ആള് വന്നിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കില്ലല്ലോ. ഇപ്പോഴും പറയുന്നുണ്ട് ആള് വരുന്നുണ്ട്. പിന്നെ ഗെയിമും കൂപ്പണൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് കണ്ടറിയണം. അവിടെ നിന്ന് ആ പരിപാടിക്ക് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കൊടുത്ത സാധനം 500 രൂപ കൂപ്പൺ. ഇത് പിന്നെ ട്രെൻഡ്സിന്റെ കൂപ്പങ്ങളൊക്കെ നല്ല കട. ചെന്നൈച്ചേരും 500 രൂപ. So keep the energy going. അദ്ദേഹം പുറത്തെത്തുമ്പോൾ തന്നെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കണം. റെഡി അല്ലേ? ഇനി ചോദിക്കുന്നതിനൊക്കെ പൊട്ടപൊടിയെന്ന് മറുപടി വേണം. നല്ല എനർജിയോട് ഒരു ആങ്കർ 5 മിനിറ്റ് 1.5-2 മണിക്കൂറായി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്താണെന്നറിയില്ല. ആങ്കർ അവസാനം ഫോൺ അടിച്ച് മൈക്കെടുപ്പ് നിർത്തി. നമ്മൾ കളിയാക്കി ഇപ്പൊ വീണ്ടും മൈക്ക് എടുത്തിട്ടുണ്ട്. Anger please. Jangus please. Anger please. Jangus please നോട് വെച്ചിരിക്കുന്നു. എല്ലാവരുടെയും ഫേവറേറ്റ് ആ രണ്ട് താരങ്ങൾ ദാ എത്തിച്ചേരാൻ പോവാണ്. Make some noise. നമസ്കാരം കൊച്ചി. സോ എന്നെ ഹോസ്റ്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് വെൽക്കം ചെയ്യാം അല്ലേ നമ്മുടെ മക്കൾ സെൽവനെ. വെരി വാം വെൽക്കം ടു യു സർ, ടു നമ്മുടെ കൊച്ചി. ഒരുപാട് സന്തോഷം ഉണ്ടാവും എനിക്കറിയാം. ബിക്കോസ് ഞാൻ ഒരു ആർട്ടിസ്റ്റിനുപരി ഒരു മലയാളി പ്രേക്ഷകരുടെ. എല്ലാവർക്കും വണക്കം, നമസ്കാരം. Thanks for this blessing. Thank you so much. நான் ஒவ்வொரு முறை கேரளா வரும்போதும் நிறைய மூட்டையாக லவ் எடுத்துகிட்டு போகிறேன். அதுக்கு தேங்க்யூ ஸோ மச். இது இந்த படத்துக்காக வந்து பார்க்கும்போது என்னோடய 50th ஃபிலிம். இந்த படத்துக்கு நீங்கள் கொடுத்த வரவேற்புக்கு முதல்ல ரொம்ப நன்றி. கார்த்திக் மகாராஜா பார்த்துட்டீங்களா? ஏன் மலையாளத்தில் பேசுகிறா புரியுண்டா நீ? கார்த்தி, நீ பேசுறது கேட்கல கார்த்தி, சத்தமாக பேசு. டயலாக் தான் அதில் வந்ததில்ல. Can you please say that to all of us, sir? To all of us, we've been practicing that before you came here. So can you please do that, please, once? Okay, Karthi, உனக்கா டயலாக் சொல்றேன். Karthi, are you okay, baby?
இல்லைப்பா உனக்கு முன்னாடி குழந்தை இருக்குடா, நான் வந்தேன்னா குழந்தை விழுந்துட போகுது அதனால. താങ്ക് യു. അങ്ങനെ പരിപാടി കഴിഞ്ഞു വന്നു, വയനാട്ടിൽ പോയി. അങ്ങനെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് വിജയ് സേതു വന്നിട്ട് പോയി. നമുക്ക് പിക്കെടുക്കാനൊന്നും പറ്റില്ല, അടുത്ത് ജസ്റ്റ് ഇയർ ലെവലിൽ നിന്ന് കാണാനൊക്കെ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്കറിയാമല്ലോ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. നമുക്കും നമ്മൾ ഇതേ ഫീൽഡിൽ വരയ്ക്കുന്ന കാരണം നമുക്കറിയാം എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അവരുടെ തിരക്കാണ്, വന്നിട്ട് പോകാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ വന്നിട്ട് അവർ പെട്ടെന്ന് പോകും. അപ്പോൾ നമുക്കറിയാം അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ വരാട്ടുന്നില്ല, ജസ്റ്റ് കാണാൻ പറ്റില്ല, അതെങ്കിലും മതിയല്ലോ. അപ്പോൾ കാണാൻ പറ്റാത്ത എത്ര പേരുണ്ടെങ്കിൽ എന്നിട്ടും ഒരു അവസരം കിട്ടാൻ അതിന് വർക്കിനൊക്കെ കാണാൻ പറ്റാത്തവരൊക്കെയുണ്ടല്ലോ. അപ്പോൾ നമ്മളെ സമയത്ത് നമുക്ക് കാണാൻ പറ്റി, അതെങ്കിലും നമ്മൾ ലക്കിയെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം പിന്നെ ഇനി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങൾ ഫോറമാൾ വരുന്നുണ്ടെങ്കിൽ 5, 6, 7 ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. അല്ലാണ്ട് തന്നെ ഇവിടെ 50% ഓഫർ എല്ലാത്തിനും നടക്കുന്നുണ്ട്. ബാത്താപ്പ് ഒരു മണിക്കൂർ എല്ലാ ബ്രാൻഡിലും നടക്കുന്നത്. അതിൻ്റെ കുഞ്ഞൊരു ഷോർട്സ് ഞാൻ 1-2 ബ്രാൻഡിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കാം. എല്ലാത്തിനും ഓട്ടം പൊട്ടം നല്ല ഓഫർ നടക്കുന്നത്. നിങ്ങൾ 5, 6, 7 വരെ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കാണാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഇവിടെ നല്ല ഓഫർ നടക്കുന്നത്. വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും. ഷൂവിനൊക്കെ നല്ല വിലക്കുറവുണ്ട്. അഡിഡാസ്, പ്യൂമ അതിനൊക്കെ വിലക്കുറവുണ്ട്. ഞാനിപ്പോൾ 40% ഓഫ് യൂഫ് എന്ന് പറയാണ്ടില്ലേ, വന്ന് നോക്കാം. ഓക്കെ.